ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു കാസറ്റ് പ്ലെയറിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഡബിൾ കാസറ്റ് പ്ലെയറാണ്. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് യമഹ ആണ്. യമഹയുടെ ഡബിൾ കാസറ്റ് പ്ലെയർ. ഇത് പ്ലേ ബാക്കും ഇത് റെക്കോർഡിംഗ് വിത്ത് പ്ലേ ബാക്കും. അപ്പോൾ ഇത് ഒരു പ്രീ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൽ സാധാരണ നമ്മളിതിൻ്റെ ഔട്ട് എടുത്ത് ഒരു ആംപ്ലിഫയർ കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു ആംപ്ലിഫയർ ആഡ് ചെയ്ത് ഇതിനെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കാം. ഇതിൽ കമ്പനി പേര് കൊടുത്തിട്ടുണ്ട് യമഹ നാച്ചുറൽ സൗണ്ട് കാസറ്റ് ഡെക്ക്. അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് KX-W421. ഇത് ചാനൽ ഡെക്ക് എ, ഇത് ചാനൽ ഡെക്ക് ബി. ഇത് പ്ലേ ബാക്ക് മാത്രം, ഇത് റെക്കോർഡിംഗ് വിത്ത് പ്ലേ ബാക്ക്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് പറയാൻ എല്ലാം ബട്ടൺസ് എല്ലാം സോഫ്റ്റ് ടച്ചാണ്. ഇജക്റ്റ് മാത്രമാണ് ഒരു പുഷ് ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല സോഫ്റ്റ് ടച്ചാണ്. ഇതൊരു ഡിസ്പ്ലേ ഉണ്ട്, അതിലൊരു വി മീറ്ററും ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ആംപ്ലിഫയർ ആഡ് ചെയ്യുമ്പോൾ ആ വി മീറ്ററും കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചുള്ള ഒരു ഡെക്കാണ്. അതാണ് ഇതിൽ സ്റ്റാൻഡ് ബൈ വരുന്നത്. ഇത് ഓട്ടോ റിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാസറ്റ് പ്രീ ആണ്. അത് നമുക്ക് ഈ മോഡ് ബട്ടണിൽ നമുക്കിത് ഓൺ ഓഫും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ റിവേഴ്സ് വേണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് എൻ്റെ ഡോൾബി NR ആണ് നോയ്സ് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ടേപ്പ് കൗണ്ട് ചെയ്യുന്ന ഒരു ബട്ടണാണ്. നമുക്ക് റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് ഡയറക്ഷൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണെന്നുള്ളത് അതിൻ്റെ ഇൻഡിക്കേഷനും ഈ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് ഡെക്ക് എയുടെ ബട്ടൺസാണ്. ഇത് ഡെക്ക് ബിയുടെ ബട്ടൺസാണ്. അതിൽ റെക്കോർഡിംഗ് വരുന്നത് ഈ ഡെക്കിലാണ്. നമുക്കിനി ഇതിൻ്റെ മെയിൻ ബോർഡും അതിൻ്റെ പവർ സപ്ലൈ നോക്കാം. അതുപോലെ അതിൻ്റെ മെക്കാനിസം ഉണ്ട്. മെക്കാനിസം വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം. മെക്കാനിസം ഇപ്പോഴും വർക്കിംഗ് ആണ്. ബെൽറ്റൊന്നും ഡാമേജ് ആയിട്ടില്ല. നോർമലി കാസറ്റ് ഇല്ലാതെ ഇത് പ്ലേ ആവില്ല. അപ്പം നമ്മൾ ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഞാൻ ഷോർട്ടായിട്ടാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇത് പവർ സപ്ലൈക്ക് ഒരു ട്രാൻസ്ഫോമറാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ പ്രീ ആംപ്ലിഫയറിൻ്റെ മെയിൻ ബോർഡ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൈമറി സെക്ഷൻ. ഹെഡ് എന്ന് വരുന്ന ലൈന് ഈ സെക്ഷനിലാണ് കൊടുക്കുന്നത്. ഇത് രണ്ട് ഹെഡിൻ്റെയും പ്രൈമറിയാണ്. ഇതിൻ്റെ സെക്കൻഡറി അവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് എൻ്റെ ഡോൾബിക്കുള്ള IC ആണ്. ഡോൾബി നോയ്സ് റിഡക്ഷനുള്ള IC ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ അവർ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ മ്യൂട്ട് സെക്ഷൻ, ഇത് വ്യൂ മ്യൂട്ടിൻ്റെ സെക്ഷൻ, ഇത് ഇൻ ആൻഡ് ഔട്ട്, ഇത് ഡോൾബി നോയ്സ് റിഡക്ഷൻ. ഇത് എൻ്റെ പ്രൈമറിയാണ്. പ്രൈമറി ആണ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ. ഇത് നമ്മൾ കൈ അടുത്ത് കൊണ്ടുവന്നാൽ പോലും ഇതിന് നല്ല നോയ്സ് കയറി വരും. ഈ കാണുന്നത് ഈ ടേപ്പിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രീസെറ്റാണ്. ചാനൽ ടേപ്പ് A, ടേപ്പ് B. പിന്നെ ഇതിന് ഡിസ്പ്ലേക്ക് ഒരു വലിയ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിന് ലൈൻ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ടാസ്ക്. പ്രീ ആംപ്ലിഫയറിൻ്റെ സെക്കൻഡറി സ്റ്റേജിൽ നിന്ന് ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കോർ കേബിൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിലൊരു 12 വോൾട്ടും എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലൊരു ട്രാൻസ്ഫോമർ ആഡ് ചെയ്യുന്നുള്ളതാണ്. അത് ഞാനൊരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. (24-024) AC കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട് 6 ആംപിയറിൻ്റെ. ഇത് AC കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പവർ സപ്ലൈ കൂടെ ചെയ്ത് ഇത് ഫിക്സ് ചെയ്യണം. പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലെയിൻ PCB ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ബ്രിഡ്ജ് റെക്ടിഫയറും കപ്പാസിറ്ററും ഉപയോഗിച്ച് പവർ സപ്ലൈ ചെയ്ത് അത് ഫിക്സ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു പവർ സപ്ലൈ വേണം. അതുകൂടാതെ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡും വേണം. അപ്പം ഞാനൊരു പ്ലെയിൻ PCBയിൽ ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡും പവർ സപ്ലൈ ചെയ്തെടുക്കാം. പവർ സപ്ലൈക്ക് ഉള്ള കപ്പാസിറ്ററും ബ്രിഡ്ജ് റെക്ടിഫയറും എടുത്തിട്ടുണ്ട്. 4750 വോൾട്ട്.
പവർ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ ഒരു ചെറിയ റിലേ വേണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അതിനിപ്പോൾ എടുത്തിട്ടുള്ളത് STK ആണ്. STK വെച്ച് ഒരു ആംപ്ലിഫയർ ബോർഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രീ ആംപ്ലിഫയറിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് STK ആയതുകൊണ്ടാണ് STK എടുത്തത്. അപ്പോൾ ഇത് STK 4241 സീരീസും ഇത് 5 സീരീസ്. ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് ഒരു ചാനൽ 120 വാട്ട്സ് ആണ് ഇതിൽ വരുന്നത്. STKയുടെ മാക്സിമം ഹയസ്റ്റ് പവറുള്ള ഒരു IC ആണ് STK 4050. മാക്സിമം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 200 വാട്ട്സ് ആണ്. ഇത് മോണോ ചാനലാണ്. STK 4050 പവർ ആംപ്ലിഫയർ. അപ്പോൾ ഇത് വെച്ചൊരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ കമ്പോണൻസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തെടുക്കണം. അതുകൂടാതെ ഇതിലൊരു IC കൂടെ ഫിക്സ് ചെയ്യണം.